പരിശുദ്ധനായ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ടൊരു ചൊവ്വാഴ്ച കൂടി ദൈവം നമുക്ക് ദാനമായി നൽകി. ദൈവത്തിൻ്റെ ആലയത്തിൽ ഈ പുതിയ വർഷത്തിൻ്റെ ആദ്യത്തെ ചൊവ്വാഴ്ച നമുക്ക് ഒരുമിച്ച് കൂടുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം ഇടയാക്കി തീർത്തതായിട്ടുള്ള കൃപയ്ക്കായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അനേകം ദേശങ്ങളിലും പല ജാതികളിലുമായിരുന്നതായിട്ടുള്ള നമ്മെ സർവശക്തനായ ദൈവം വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് ഇന്ന് തിരുസന്നിധിയിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം യാചിപ്പാൻ തക്കവണ്ണം നമ്മുടെ സമസൃഷ്ടികൾക്ക് വേണ്ടി കരയുവാൻ തക്കവണ്ണം ഒരു പകൽക്കാലം തന്നതായിട്ടുള്ള കൃപയ്ക്കായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ ആലയത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് കടന്നു വന്നതായിട്ടുള്ള എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. കഴിഞ്ഞൊരു വർഷം മുഴുവനും ദൈവത്തിൻ്റെ അത്ഭുതകരം നമ്മോട് കൂടിയിരുന്നു. അസാധ്യമായ അനേകം കാര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ സാധ്യമാക്കി നൽകി. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചതായിട്ടുള്ള ഓരോ വിഷയങ്ങൾക്കും ദൈവം മറുപടി നൽകി നമ്മെ ഇതുവരെയും വഴി നടത്തി. എല്ലാറ്റിനും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എന്നാൽ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം വിശ്വസ്തനായി നമ്മോട് കൂടെ ഇരുന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അവിശ്വസ്തതകളും അനുസരണക്കേടുമല്ലാതെ യാതൊരു നന്മയും യാതൊരു പ്രയോജനവും ദൈവത്തിനുണ്ടായിട്ടില്ല. എങ്കിലും തീർന്നു പോകാത്തതായിട്ടുള്ള ദയ നിമിത്തം, നമ്മെ സ്നേഹിച്ചതായിട്ടുള്ള മഹാസ്നേഹ നിമിത്തം പുതിയൊരു വർഷം കൂടി കാണുവാൻ തക്കവണ്ണം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം നൽകി. ഇതുവരെയും കാഴ്ചതെല്ലാം കാട്ടുമുന്തിരിങ്ങയാകുന്നു എങ്കിലും മേലാൽ കാഴ്ചെങ്കിലോ എന്നുള്ള തീരുമാനപ്രകാരം ഒരു വർഷം കൂടി ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുകയാണ്. ഈ വർഷത്തിൽ നമ്മൾ ഫലം കായ്ക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമ്മോട് കൂടി ഇരിക്കുമാറാകട്ടെ. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പൂർണ്ണമായി ദൈവത്തിൽ വസിപ്പാൻ തക്കവണ്ണം അനേകം ഫലം കായ്ക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അധികം ഫലം കായ്ക്കേണ്ടതിന് ദൈവമേ നീ ഞങ്ങളെ ചെത്തി വെടിപ്പാക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം. കഴിഞ്ഞ വിശുദ്ധ ദിവസം ദൈവം നമ്മോട് സംസാരിച്ചതുപോലെ കാഴ്ചതെല്ലാം കാട്ടുമുന്തിരിങ്ങയാകുന്നു എന്ന് ദൈവത്തിനറിയാം. ഇനി നിന്നിൽ നിന്ന് ഒരു നാളും ഫലം പുറപ്പെടുവിക്കാതിരിക്കട്ടെ എന്നുള്ള വചനം പോലെ നമ്മുടെ ജീവിതത്തിൽ വരാതെ വണ്ണം, ഉണങ്ങിപ്പോകുവാൻ ഇടവരാതെ, പിന്മാറിപ്പോകുവാൻ ഇടവരാതെ, നശിച്ചു പോകുവാൻ ഇടവരാതെ, നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ ആയിത്തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ നാമത്തിൽ ആയിരിക്കുന്നവരെ പോലെ ചില കാലങ്ങളിൽ മാത്രം ഫലം കായ്ക്കുവാനല്ല ദൈവം നമ്മെ വിളിച്ചത്. ദൈവത്തിൻ്റെ വചനം കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാഞ്ഞു, ഫലം കായ്ക്കുന്നതായിട്ടുള്ള സമയമല്ലാതിരുന്നിട്ടും ദൈവം എന്തുകൊണ്ട് ശപിച്ചു എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ മക്കൾക്ക് കാലങ്ങളൊന്നുമില്ല. എല്ലാ കാലത്തും ഫലം കായ്ച്ചു കൊണ്ടിരിക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചത്. ഓണത്തിനോ ക്രിസ്തുമസിനോ അങ്ങനെ പ്രത്യേക ദിവസങ്ങളിലോ അല്ല ഫലം കായ്ക്കേണ്ടത്, എല്ലാ സമയത്തും ഫലം കായ്ക്കുവാൻ. ആറ്റരുകത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായിട്ടുള്ള വൃക്ഷം പോലെ നമ്മൾ ഓരോരുത്തരുമായിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഇന്ന് ദൈവസന്നിധിയിൽ കരയുവാൻ തക്കവണ്ണം, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം അനേകർ ദൈവത്തിൻ്റെ ആലയത്തിൽ ഇന്ന് പകൽക്കാലം കടന്നു വന്നിരിക്കുന്നു. കഴിഞ്ഞ വിശുദ്ധ ദിവസം ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ ദൈവം സഹായിച്ചു. എന്നാൽ അനേകം ഭാരങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളും നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിലും അതെല്ലാം മാറ്റിവെച്ച് ഇന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ നിങ്ങൾ ഓരോരുത്തരും കടന്നു വന്നിരിക്കുന്നു. ഇന്ന് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുകയില്ല.
എൻ്റെ ദൃഷ്ടിയുള്ളതായിട്ടുള്ള എൻ്റെ ആലയം എന്ന് ദൈവം അരുളി ചെയ്തതായ ദൈവത്തിൻ്റെ ആലയമാണ് ഈ പ്രാർത്ഥനാലയം. ഇതിൻ്റെ നായകനും നടത്തിപ്പുകാരനും സർവശക്തനായ ദൈവം മാത്രമാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നും സകലതും നൽകി അനുഗ്രഹിച്ചവനായിട്ടുള്ള ദൈവം, ഇതുവരെയും വഴി നടത്തിയവനായിട്ടുള്ള ദൈവം ഇനിമേലാലും നടത്തുവാൻ ശക്തനായി നമ്മോട് കൂടെയുണ്ട്. ആ പുണ്യകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്കിന്ന് പകൽക്കാലമായിരിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. നമുക്കൊരു വചനത്തിലേക്ക് കടന്നു വരാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 15ഉം 16ഉം വാക്യങ്ങളൊന്ന് വായിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 15ഉം 16ഉം വാക്യങ്ങൾ. ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനെ, നാം എന്ത് ചെയ്യും എന്ന് പറഞ്ഞു. അതിനവൻ, പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിലായിരിക്കുവാനുള്ള കാരണം സർവശക്തനായ ദൈവം നമ്മോടുകൂടെ ഇരുന്നത് കൊണ്ടാണ്. നമ്മുടെ കഴിവോ യാതൊരു നന്മയോ യാതൊരു ശ്രേഷ്ഠതകളോ ഗുണങ്ങളോ യാതൊന്നുമല്ല ഇന്ന് നമ്മൾ ഓരോരുത്തരും ഈ തിരുസന്നിധിയിലായിരിക്കുവാനുള്ള കാരണം ദൈവം നമ്മോടുകൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ദൈവവചനം നമ്മെ പഠിപ്പിച്ചതുപോലെ ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കും. ദൈവത്തിൻ്റെ ദൃഷ്ടി, ദൈവത്തിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ കരം നമ്മോടുകൂടെ ഇരുന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും ഈ തിരുസന്നിധിയിലായിരിക്കുവാനുള്ള കാരണം. എന്നാൽ ഇവിടെ എലീശയുടെ ബാല്യക്കാരൻ പറഞ്ഞതുപോലെ, അയ്യോ യജമാനനെ, നാം എന്ത് ചെയ്യും എന്നുള്ള ചോദ്യത്തോടു കൂടിയാണ് നമ്മൾ ഓരോരുത്തരും ഈ ആലയത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. എന്നാൽ രക്ഷ നൽകിയത്, അനുഗ്രഹം നൽകിയത്, നമ്മോടുകൂടെ ജീവനുള്ള ദൈവമുണ്ട് എന്ന് കാണിച്ചു തന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ ആലയമാണ്. രക്ഷ തേടി, വിടുതൽ തേടി, അഭയം ചൊല്ലി ഈ ആലയത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു വന്നു എങ്കിൽ നമ്മെ ഇത്രത്തോളം നിലനിർത്തിയത് സർവശക്തനായ ദൈവം മാത്രമാണ്. അനേകം പ്രാവശ്യം മരിക്കുവാനായിട്ട് ആഗ്രഹിച്ചു, അനേകം പ്രാവശ്യം മരിക്കുവാനായിട്ട് ചില കാര്യങ്ങൾ ചെയ്തു. എങ്കിലും നമ്മെ അതിലേക്കൊന്നിലും വിട്ടുകൊടുക്കാതെ, മരണത്തിലേക്ക് വിട്ടുകൊടുക്കാതെ നമ്മെ ഇതുവരെയും വഴി നടത്തിയത് സർവശക്തനായ ദൈവം മാത്രമാണ്. ഹല്ലേലൂയ. എത്ര സ്തുതിച്ചാലും, എത്ര വണങ്ങിയാലും, എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. കാരണം ദൈവത്തിൻ്റെ സ്നേഹം ആകാശത്തേക്കാൾ ഉന്നതമാണ്. സമുദ്രത്തിൻ്റെ ആഴത്തേക്കാൾ വലുതാണ് സർവശക്തനായ ദൈവത്തിൻ്റെ സ്നേഹം. അനേകം കുറവുകളും പോരായ്മകളും ഉണ്ടായിരുന്നിട്ടും അതൊന്നും കണക്കിടാതെ വണ്ണം നമ്മെ വഴി നടത്തിയത് സർവശക്തനായ ദൈവം മാത്രമാണ്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനെ, നാം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. അതിനവൻ, പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവരെക്കാൾ അധികം. പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം. ഹല്ലേലൂയ. ഇന്ന് അനേകം ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതിനാണ് നാം ദൈവസന്നിധിയിൽ കൂടി വന്നിരിക്കുന്നത്. എന്നാൽ അനേക പ്രശ്നങ്ങൾ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി അനേക കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപാട് പേർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി വീട്ടിനും നാട്ടുകാർക്കും വേണ്ടാത്തവരായി തീർന്നിരിക്കുന്നു. എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യം, അതുപോലെ കഷ്ടതയിലും കണ്ണുനീരിലും പ്രയാസങ്ങളിലുമായി അനേകം ജനങ്ങൾ ഭാരപ്പെടുന്നു. നീതി ലഭിക്കാതെ ഭാരപ്പെടുന്നു, സഹായം ലഭിക്കാതെ ഭാരപ്പെടുന്നു, കാണേണ്ടവർ കാണാതെ പോകുന്നു. എന്ത് ചെയ്യും എന്നുള്ള ചോദ്യമാണ് ലോകത്തിൽ മുഴുവനും ഉള്ളത്. എന്നാൽ ദൈവത്തിൻ്റെ ആലയത്തിൽ
ചോദ്യത്തിനൊരു പ്രസക്തിയുമില്ല. ആമേൻ, ആമേൻ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സ്തോത്രം. നമ്മോട് കൂടെയുള്ളവർ ഹല്ലേലൂയ, അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം. നാം ആരാധിക്കുന്ന ദൈവം ജയിച്ചവനായ ദൈവമാണ്. നാം ആരാധിക്കുന്ന ദൈവം വഴി നടത്തുവാൻ മതിയായവനാണ്. നമ്മെ കഷ്ടതയിൽ നിന്നും കണ്ണുനീരിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും വിടുവിച്ചവനായ ദൈവം നമ്മെ അന്ത്യം വരെയും നടത്തുവാൻ മതിയായവനാകുന്നു. ഇവിടെ എന്തുകൊണ്ടാണ് ബാല്യക്കാരന് പേടി വന്നത് എന്ന് ചോദിച്ചാൽ, ബാല്യക്കാരൻ അറിയുമായിരുന്നില്ല ദൈവത്തിൻ്റെ മഹത്വം എന്താകുന്നു എന്നുള്ളത്. എന്നാൽ ഏലീശയ്ക്കറിയാം ദൈവമാരാണ് എന്നുള്ളത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് നമ്മെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തെ യഥാർത്ഥമായി അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ഭയപ്പെടുന്നവരാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് അവിശ്വാസമാണ് നമ്മുടെ ഹൃദയത്തിലുള്ളത്. എന്നാൽ ഏലീശയ്ക്ക് യാതൊരു ഭയവും ഉണ്ടായിരുന്നില്ല. കാരണം ഏലീശ വാസ്തവമായി ദൈവത്തെ കണ്ടതായ വ്യക്തിയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏലീശ കാളകളെ ഉഴുതുകൊണ്ടിരിക്കുമ്പോൾ ഏലിയാവ് വന്ന് ഏലീശയുടെ അടുക്കൽ വന്ന് നിന്നു. അവൻ്റെ മേലിൽ നിന്ന് പുതപ്പ് അവൻ്റെ മേലിലേക്ക് ഇട്ടു. ഉടനെ അവൻ കാളകളെ വിട്ട് ഏലിയാവിനെ അനുഗമിച്ചതായിട്ടുള്ള ആ ദിവസം തുടങ്ങി ഏലിയാവിനെ ദൈവ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതായിട്ടുള്ള ദിവസം വരെയും അനേക കാര്യങ്ങൾ അവൻ കണ്ടതായിട്ടുള്ള വ്യക്തിയാണ്. ഏലിയാവിനെ ദൈവ സ്വർഗത്തിലേക്ക് എടുത്തപ്പോൾ അവൻ ഏലിയാവിൽ നിന്ന് വീണതായിട്ടുള്ള പുതപ്പ് എടുത്തുകൊണ്ട് യോർദാന്റെ അടുക്കൽ കടന്നു ചെന്നുകൊണ്ട് അവൻ ആ പുതപ്പെടുത്ത് യോർദാനെ അടിച്ചപ്പോൾ യോർദാനിലെ വെള്ളം രണ്ടായി പിരിഞ്ഞു പോകുവാൻ ഇടയായി തീർന്നു. ദൈവം അവനോട് കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതാണ്. കാരണം എന്താകുന്നു എന്ന് ചോദിച്ചാൽ അവിശ്വാസവും സംശയങ്ങളുമാണ്. ഈ ലോകത്തിൽ ആരെല്ലാം നമുക്കെതിരായി നിന്നാലും, ആരെല്ലാം നമുക്കെതിരെ എതിർപക്ഷത്ത് നിന്നാലും ഒരു കാര്യം നാം മനസ്സിലാക്കണം, നമ്മെ വിളിച്ചവനായ ദൈവം വിശ്വസ്തനാകുന്നു എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ അനേക പ്രയാസങ്ങൾ ഉണ്ടാകും. നല്ല പോരാട്ടം പോരാടി ഓട്ടം ഓടേണ്ടതിനാണ് ദൈവം നമ്മെ വിളിച്ച് ഈ ആലയത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങും ഇങ്ങും നോക്കിയാൽ മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല. കാടുമേട് കണ്ട് സംശയിച്ച് നിന്നാൽ വിരുദ പ്രാപിപ്പാൻ സാധ്യമല്ല. ലോത്തിന്റെ ഭാര്യയെ പോലെ പുറകിലേക്ക് നോക്കിയാൽ വിരുദ പ്രാപിപ്പാനായിട്ട് സാധ്യമല്ല. വിരുദ പ്രാപിക്കണമെങ്കിൽ, ദൈവരാജ്യം അവകാശമാക്കണമെങ്കിൽ നാം ഭയപ്പെടാതെ ദൈവത്തെ അനുഗമിക്കുന്നവരായിരിക്കണം. നാം ആരെയാണ് ഭയപ്പെടേണ്ടത്? ലോകത്തെയല്ല നാം ഭയപ്പെടേണ്ടത്, മനുഷ്യരെയല്ല നാം ഭയപ്പെടേണ്ടത്, ശത്രുവിനെയല്ല നാം ഭയപ്പെടേണ്ടത്. ഭയപ്പെടുവാൻ യോഗ്യനായ ദൈവത്തെയാണ് നാം ഭയപ്പെടേണ്ടത്. കർത്താവേ, ആർ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്താതെയും ഭയപ്പെടാതെയും ഇരിക്കും? നീയല്ലോ ഏക പരിശുദ്ധൻ. ഹല്ലേലൂയ. ഭയപ്പെടേണ്ടവനെയാണ് നാം ഭയപ്പെടേണ്ടത്, മനുഷ്യരെ അല്ല നാം ഭയപ്പെടേണ്ടത്. എന്തെല്ലാം ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും എല്ലാറ്റിനും ഒരു പരിഹാരം അത് ദൈവം മാത്രമാണ്. നാം മനസ്സിലാക്കേണ്ടത് ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. സങ്കീർത്തനത്തിൽ ഇപ്രകാരം വായിക്കുന്നു, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, അവൻ നമ്മുടെ പക്ഷത്തില്ലാതിരുന്നുവെങ്കിൽ, വൈരികൾ നമുക്കെതിരെ പ്രവർത്തിച്ചപ്പോൾ നാം തകർന്നു പോകുമായിരുന്നു. എന്നാൽ തകർന്നു പോകാതെ നമ്മെ ഇതുവരെയും വഴി നടത്തിയത് മാനുഷിക കരങ്ങളല്ല, സർവശക്തനായ ദൈവമാണ്. നാം ദൈവത്തിന്റെ പക്ഷത്ത് പൂർണ്ണമായി നിന്നില്ല എങ്കിലും ദൈവം നമ്മുടെ പക്ഷത്ത് നിന്നു. ഈ ഒരു പുതിയ വർഷം നമുക്ക് കാണുവാനുള്ള അവസരം നൽകിയത് ദൈവം നമ്മുടെ പക്ഷത്ത് നിന്നതുകൊണ്ട് മാത്രമാണ്. നമുക്ക് എല്ലാവർക്കും അത് പറയുവാനായിട്ട് കഴിയും, അവൻ നമ്മുടെ പക്ഷത്ത് നിന്നു എന്നുള്ളത്.
ഹല്ലേലൂയ. അതിൻ്റെ തെളിവാണ് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ദൈവം കേട്ടു, നമ്മുടെ യാചനകളെല്ലാം ദൈവം കേട്ട് മറുപടി നൽകി. അസാധ്യമായ അനേക കാര്യങ്ങൾ ദൈവം നമുക്ക് സാധ്യമാക്കി നൽകി. ഒരു നന്മയ്ക്കും കുറവില്ലാതെ വണ്ണം ലോകം മുഴുവനും ക്ഷാമത്തിലും കഷ്ടതയിലും പ്രയാസങ്ങളിലുമായിരിക്കുമ്പോൾ നമുക്ക് സമാധാനവും സന്തോഷവും അനുഗ്രഹവും നന്മകളും നൽകി ദൈവം വഴി നടത്തി. ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമാണ്, അവൻ നമ്മുടെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ടാണ്. എന്നാൽ ഇവിടെ വായിച്ചു കേട്ടത്, അയ്യോ യജമാനെ, അയ്യോ യജമാനനെ നാം എന്ത് ചെയ്യും? അതിന് മറുപടിയായി, പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം. ഹല്ലേലൂയ. ദൈവത്തെ അനവധി വർഷങ്ങളായി ആരാധിക്കുന്നതായിട്ടുള്ള ജനമാണ് നമ്മൾ ഓരോരുത്തരും. ദൈവത്തിൻ്റെ ദാസനാൽ ആത്മാവിൻ്റെ അഭിഷേകം നൽകി വഴി നടത്തപ്പെടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ നമ്മോട് കൂടെയുള്ളവർ, നമ്മുടെ ഇടവും വലവുമായിരിക്കുന്നവർ അനേകർ അയ്യോ എന്നുള്ള നിലവിളിയോടുകൂടി ആയിരിക്കുന്നു. എന്നാൽ നമുക്കവരോട് പറഞ്ഞു കൊടുക്കുവാനായിട്ടുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ, ഭയപ്പെടേണ്ട എന്നുള്ളത്. ഹല്ലേലൂയ. അവർ പേടിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ അവരെ പേടിപ്പിച്ച് വിടുന്നവരല്ല ദൈവത്തിൻ്റെ മക്കൾ. അവരെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നവരാണ്. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കിലേക്ക് കടന്നു വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അധ്വാനിക്കുന്നവരോടും ഭാരപ്പെടുന്നവരോടും രോഗികളോടും മരണഭയത്തിലായിരിക്കുന്നവരോടും ശത്രുവിൻ്റെതായിട്ടുള്ള ബന്ധനങ്ങളിൽ കിടക്കുന്നവരോടും ദൈവം നൽകുന്നത് ഭയപ്പെടേണ്ട എന്നുള്ള വാക്കാണ്. ദൈവത്തിൻ്റെ മക്കളും അപ്രകാരം തന്നെ പ്രവർത്തിക്കുന്നവരായിരിക്കണം. ഇന്ന് ദൈവത്തിൻ്റെ ആലോചന, ദൈവം നമുക്ക് നൽകുന്നതായിട്ടുള്ള ആലോചന, ലോകം മുഴുവനും ഭയത്തിലാണ്, നമ്മോട് കൂടെയുള്ളവരും ഭയത്തിലാണ്. എന്നാൽ നാം ഭയപ്പെടാതെ വണ്ണം ഉറച്ചു നിൽക്കണം. ദൈവം മോശയിൽ കൂടെ ഇസ്രായേൽ മക്കളോട് പറയുന്നു, ഭയപ്പെടാതെ ഉറച്ചു നിൽപ്പേൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുന്ന രക്ഷ നിങ്ങൾ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള മിസ്രയീമിനെ ഇനി ഒരു നാൾ കാണുകയില്ല. ഭയപ്പെടേണ്ട എന്ന് അരുളി ചെയ്യുന്നവൻ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും മതിയായവനാണ്. ഇന്ന് കണ്ട മിസ്രയീമിനെ ഒരു നാൾ കാണുകയില്ല. മോശയുടെ വാക്ക് അത്ര വിശ്വാസത്തിന്റെ വാക്കായിരുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, മോശ പറഞ്ഞത് മോശയുടെ വാക്കായിരുന്നില്ല, അത് സർവശക്തനായ ദൈവത്തിന്റെ വാക്കായിരുന്നു. ഇസ്രായേൽ മക്കൾ മുഴുവനും സംശയിച്ചു, അവിശ്വസിച്ചു, അക്കരെ കടക്കുവാൻ സാധ്യമല്ല എന്ന് ചിന്തിച്ചു. ഫറവോന് സൈന്യവും ഞങ്ങളെ കൊന്നുകളയുമെന്ന് ഇസ്രായേൽ മക്കൾ മുഴുവനും വിശ്വസിച്ചു. എന്നാൽ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ എന്ന് പറഞ്ഞത് സർവശക്തനായ ദൈവമാണ്. എന്ന് പറഞ്ഞത് ദൈവം തിരഞ്ഞെടുത്തതായ ദൈവത്തിന്റെ ദാസനാണ്. ഇന്ന് കണ്ട മിസ്രയീമിനെ ഇനി നിങ്ങൾ ഒരു നാൾ കാണുകയില്ല എന്ന് പറഞ്ഞത് സർവശക്തനായ ദൈവത്തിന്റെ വാക്കാണ്. അത് അതേപോലെ പ്രവർത്തിപ്പാൻ മതിയായവനാണ്. അതിനർത്ഥം ഈ ആലയം സർവശക്തനായ ദൈവത്തിന്റെ ആലയമാണ്. മോശയോട് സംസാരിച്ചതുപോലെ സർവശക്തനായ ദൈവം ഈ ആലയത്തിൽ ദൈവത്തിന്റെ ദാസനോടും നമ്മോടും അനേക കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ലോകം മുഴുവനും പ്രതികൂലത്തിലായിരുന്നാലും, പുറകിൽ നമ്മെ തകർക്കുവാൻ ഫറവോന് സൈന്യവും ഉണ്ടായാലും, മുമ്പിലേക്ക് പോകുവാൻ കഴിയാതെ വണ്ണം ചെങ്കടൽ നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും, നമ്മോട് കൂടെയുള്ളവൻ ലോകത്തെ ജയിച്ചവനായ ദൈവമാണ്. നമ്മോട് കൂടെയുള്ളവൻ ജയിച്ചവനാണ്. എത്രയോ പ്രാവശ്യം തോറ്റു പോകേണ്ടതായിരുന്നു. എത്രയോ പ്രതിസന്ധികൾ ഈ ആലയത്തിലേക്ക് കടന്നു വന്നു. എത്രയായിരം അനേകായിരം ജനങ്ങൾ ആലയത്തിനും നമുക്കും എതിരായി നിന്നു. എന്നാൽ തോറ്റുപോകാതെ വഴി നടത്തിയത് സർവശക്തനായ ദൈവമാണ്.
നമ്മോട് കൂടെ ഒരുവനുണ്ട്. നമുക്ക് ധൈര്യം പറഞ്ഞു തരുവാൻ ഒരുവനുണ്ട്. നമ്മെ സഹായിപ്പാൻ ഒരുവനുണ്ട്. നമ്മെ കരം പിടിക്കുവാൻ ഒരുവനുണ്ട്. നമ്മെ ആശ്വസിപ്പിക്കുവാൻ ഒരുവനുണ്ട്. നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ ഒരുവനുണ്ട്. ഒരിക്കലും പുറകിലേക്ക് നടക്കേണ്ടതായിട്ടുള്ള അവസ്ഥകൾ വരുത്തുന്നവനല്ല നാം ആരാധിക്കുന്നവനായ ദൈവം. വലങ്കരത്തിൽ പിടിച്ച് വഴി നടത്തുവാൻ അവൻ മതിയായവനായ ദൈവമാകുന്നു. ആ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ഇവിടെ വായിച്ചു കേട്ടത്, പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം. ഇന്ന് ആ ബോധ്യം നമുക്കുണ്ടോ എന്നുള്ളതാണ് ദൈവം നമ്മോട് ചോദിക്കുന്നത്. നമ്മോട് കൂടെ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരെല്ലാം കരങ്ങൾ ഉയർത്താം. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് ദൈവം നമ്മോട് പറയുന്നത്, ദൈവം നമ്മോട് കൂടെയുണ്ട്. ഏലീശയ്ക്ക് വ്യക്തമായിട്ട് പറയുവാനായിട്ട് കഴിയും, ദൈവം നമ്മോട് കൂടെയുണ്ട്. ഈ ആലയത്തിൽ ദൈവമാക്കി വെച്ചതായിട്ടുള്ള എനിക്ക് പറയുവാനായിട്ട് കഴിയും, ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അനേകർ ഈ ആലയത്തിൽ ദൈവമില്ല എന്ന് പറയുമ്പോൾ, അനേകർ ഈ ആലയത്തെ ദുഷിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ നമുക്കറിയുവാനായിട്ട് കഴിയും, നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കുവാനായിട്ട് കഴിയും, ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളത്. ഹല്ലേലൂയ. നമുക്ക് വാഗ്ദത്തം നൽകിയവൻ വാക്കുമാറാത്തവനാണ്. നമ്മെ ഇതുവരെയും വഴി നടത്തിയവനാണ്. അനേക വർഷങ്ങൾക്ക് മുമ്പ് ഈ ആലയം തുടങ്ങി, അത് ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതായിട്ടുള്ള നാളുകൾ തുടങ്ങി ഇന്ന് വരെയും നമ്മെ നടത്തിയത് ദൈവമല്ലാതെ മറ്റാരുമല്ല. ഈ ആലയത്തിൽ ഒരു മനുഷ്യന് മഹത്വമില്ല. സകല മഹത്വത്തിനും പുകഴ്ചയ്ക്കും ആരാധനയ്ക്കും യോഗ്യൻ സർവശക്തനായ ഏക സത്യ ദൈവം മാത്രമാണ്. അവനാണ് നമ്മെ വഴി നടത്തിയത്. ഇതുവരെ നടത്തിയതിൽ ഒരു കുറവും വന്നിട്ടില്ല. ഇസ്രായേൽ മക്കളെ ദൈവം വഴി നടത്തിയതുപോലെ പകലിൽ മേഘസ്തംഭമായി, രാത്രിയിൽ അഗ്നിത്തൂണായി നമ്മോട് കൂടെയിരുന്നു. ശ്രേഷ്ഠമായ ആഹാരം ദൈവം നമുക്ക് നൽകി. ആകാശത്തിൽ നിന്ന് കാടപ്പക്ഷിയെയും മന്നയെയും വർഷിപ്പിച്ച് ജനത്തിന് കൊടുത്തു. വസ്ത്രം ജീർണിച്ചു പോകുവാൻ അനുവദിച്ചില്ല. ഹല്ലേലൂയ. ജീർണിച്ചു പോയൊരു വസ്ത്രവുമില്ല. നമ്മളെല്ലാവരും ഈ ആലയത്തിൽ കടന്നു വന്നപ്പോൾ ജീർണിച്ച വസ്ത്രത്തോടു കൂടിയാണ് വന്നത്. മറ്റൊരു വസ്ത്രം മാറിയെടുക്കുവാനില്ലാതെ കഷ്ടതയിലും കണ്ണുനീരിലുമാണ് വന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ആലയത്തിൽ വന്നതാൾ തുടങ്ങി നമ്മുടെ വസ്ത്രം ജീർണിച്ചു പോയിട്ടില്ല. അതിനു മുമ്പേ അത് മറ്റുള്ളവർക്ക് കൊടുക്കുകയും നമ്മുടെ അലമാരിയിൽ വെക്കുവാൻ സ്ഥലമില്ലാതെ വണ്ണം വസ്ത്രങ്ങളെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തത് അത് ദൈവം മാത്രമാണ്. നമ്മുടെ വസ്ത്രം ജീർണിച്ചു പോയില്ല. കാലിലെ ചെരുപ്പ് തേഞ്ഞു പോയില്ല. നമ്മെ വഴി നടത്തിയത് ദൈവമാണ്. അതുകൊണ്ട് മോശയ്ക്ക് പറയുവാനായിട്ട് കഴിയും, ഏലിയാവിന് പറയുവാനായിട്ട് കഴിയും, ഏലീശയ്ക്ക് പറയുവാനായിട്ട് കഴിയും, നമ്മോട് കൂടെ സർവശക്തനായ ദൈവമുണ്ട് എന്നുള്ളത്. ദൈവത്തിൻ്റെ ദാസനും അത് തന്നെയാണ് പറഞ്ഞത്. ഈ ആലയത്തിൽ നമ്മോടുകൂടെ സർവശക്തനായ ദൈവമുണ്ട് എന്നുള്ളത്. അത് തന്നെയാണ് ഇന്ന് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്. ഈ ആലയത്തിൽ ജീവനുള്ള ദൈവമുണ്ട്. പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം. അതിന്റെ തൊട്ട് താഴത്തെ വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു, പിന്നെ ഏലീശ പ്രാർത്ഥിച്ചു, യഹോവേ ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ. ഏലീശയ്ക്ക് പ്രതികാരമുണ്ടായിരുന്നില്ല. ഏലീശയ്ക്ക് ഭയമുണ്ടായിരുന്നില്ല. ഏലീശ വ്യാകുലപ്പെട്ടില്ല. ഏലീശ നിരാശപ്പെട്ടില്ല. മരണത്തെക്കുറിച്ച് അവൻ ചിന്തിച്ചില്ല. അവൻ ചെയ്തത് പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിൻ്റെ ആലയത്തിൽ പ്രാർത്ഥിക്കുവാനാണ് നാം കടന്നു വന്നിട്ടുള്ളത്. എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നതായിട്ടുള്ള ജനത്തിന് മറുപടി നൽകുവാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ അതിന് മറുപടി ഉണ്ട് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല.
സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ പത്രോസിനെ കാരാഗൃഹത്തിൽ നിന്ന് വിടുവിച്ചവനാണ് ഈ വലിയവനായ ദൈവം. പത്രോസിനെ കാരാഗൃഹത്തിൽ നിന്ന് വിടുവിപ്പാൻ എന്ത് ചെയ്യുമെന്ന് അവർ വ്യാകുലപ്പെട്ടില്ല. അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. എപ്രകാരം പ്രാർത്ഥിച്ചു? സഭ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചു. ഇന്ന് ഏക മനസ്സോടുകൂടെ പ്രാർത്ഥിച്ചാൽ, ഇന്ന് ഒന്നായി നാം പ്രാർത്ഥിച്ചാൽ, നാം പാടിയതുപോലെ മനസ്സൊരുക്കുക. നാം ഒരു പുതുക്കത്തിനായി ഒരു മനസ്സോടുകൂടെ നാം മുന്നോട്ട് പോയാൽ, ഒരു മനസ്സോടുകൂടെ നാം പ്രാർത്ഥിച്ചാൽ, ഭിന്നത വെടിഞ്ഞ്, ഭിന്നപക്ഷങ്ങളെ വെടിഞ്ഞ്, ഞാനും എൻ്റേതും എനിക്കുള്ളതും വെടിഞ്ഞ് ഇന്ന് ദൈവസന്നിധിയിൽ താഴ്മയോടുകൂടെ ആരെല്ലാം പ്രാർത്ഥിക്കുന്നുവോ, ഏക മനസ്സോടുകൂടെ പ്രാർത്ഥിപ്പാൻ ആരെല്ലാം ആഗ്രഹിക്കുന്നുവോ, തീർച്ചയായും ഒരു വിടുതൽ ഇന്ന് പകൽക്കാലം ഉണ്ടാകും. ഹല്ലേലൂയ. ഇവിടെ വായിച്ചു കേട്ടത് എലീശ പ്രാർത്ഥിച്ചു. എന്താണ് പ്രാർത്ഥിച്ചത്? ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ. അനേക നാളുകളായി കൂടെ നിൽക്കുന്നതായിട്ടുള്ള ഗേഹസിയാണോ എന്ന് വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടില്ല. എലീശയുടെ കൂടെ നിൽക്കുന്നതായ ബാല്യക്കാരൻ, അനേക നാളുകളായി കൂടെ നിൽക്കുന്നതായിട്ടുള്ള ബാല്യക്കാരന്റെ കണ്ണ് ഇതുവരെയും തുറന്നിട്ടില്ല. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ പലരുടെയും കണ്ണ് തുറന്നിട്ടില്ല. ദൈവമാരാണെന്നും ദൈവത്തിൻ്റെ രക്ഷ എന്താണെന്നും ദൈവത്തിൻ്റെ ദാസനാരാണെന്നും ദൈവത്തിൻ്റെ ദാസനോടുകൂടെയുള്ളവൻ ആരാകുന്നു എന്നും ഇന്ന് പലരുടെയും കണ്ണുകൾ തുറന്നിട്ടില്ല. എലീശ പ്രാർത്ഥിക്കുന്നത് എന്താകുന്നു എന്ന് ചോദിച്ചാൽ, ഈ ഉപദ്രവിക്കുവാൻ വന്നവരെ തകർത്ത് കളയണമെന്നല്ല പ്രാർത്ഥിച്ചത്. ഉപദ്രവിക്കുവാൻ വരുന്നവരെ നോക്കി ഭയപ്പെടുകയല്ല ചെയ്തത്. തന്നെ പിടിച്ചു കൊണ്ടുപോകുവാൻ, തൻ്റെ രാജാവിനെ പിടിച്ചു കൊണ്ടുപോകുവാൻ വന്നതായിട്ടുള്ള ജനത്തെ അല്ല, സൈന്യത്തെ അല്ല, രാജാവിൻ്റെ അധികാരത്തെ അല്ല അവൻ പ്രാർത്ഥിച്ചത്. അവർക്കെതിരെയല്ല പ്രാർത്ഥിച്ചത്. എന്നോട് കൂടെ നിൽക്കുന്ന ഇവന്റെ കണ്ണ് നീ തുറക്കുമാറാകണമേ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് അപ്രകാരം പ്രാർത്ഥിച്ചത്? ജീവനായാലും മരണമായാലും എനിക്ക് സമ്മതമാണ്. ജീവിക്കുന്നുവെങ്കിൽ ഞാൻ കർത്താവിനായി ജീവിക്കും, മരിക്കുന്നു എങ്കിൽ ഞാൻ കർത്താവിനായി മരിക്കും. അതാണ് ഒരു ദൈവ പൈതലിന്റെ വിശ്വാസം. അതാണ് ഒരു ദൈവ പൈതലിന്റെ സമർപ്പണം. ഇന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, ആരെല്ലാം നമുക്കെതിരെ നിന്നുകൊള്ളട്ടെ. സങ്കീർത്തനത്തിൽ പ്രകാരം വായിക്കുന്നു, ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായി വസിക്കും. എന്നോടുകൂടെ സർവശക്തനായ ദൈവമുണ്ട്. ഇന്ന് എലീശ പ്രാർത്ഥിച്ചത്, എൻ്റെ ബാല്യക്കാരൻ്റെ കണ്ണ് നീ തുറക്കുമാറാകണമേ. എലീശ പ്രാർത്ഥിച്ചപ്പോൾ യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. എലീശ പ്രാർത്ഥിച്ചപ്പോൾ യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. ഇന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ അനേകരുടെ കണ്ണുകൾ തുറക്കണം. ദൈവവചനം പഠിപ്പിക്കുന്നത്, ദൈവ പ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിലെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി വെച്ചിരിക്കുന്നു. അനേക കുരുട്ട് ഹൃദയങ്ങളെ തുറക്കണമേ എന്നാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. എൻ്റെ കൂടെയുള്ള ബാല്യക്കാരൻ്റെ, എൻ്റെ സ്നേഹിതന്മാരുടെ, എൻ്റെ ചാർച്ചക്കാരുടെ, എൻ്റെ ബന്ധുമിത്രാദികളുടെ കണ്ണുകളെ നീ തുറക്കുമാറാകണമേ. അതാണ് ഇന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത്. എലീശ പ്രാർത്ഥിച്ചത്, ഈ ബാല്യക്കാരൻ്റെ കണ്ണുകളെ തുറക്കണമേ. ഇതുവരെയും നാം പ്രാർത്ഥിച്ചത് അനേകർക്ക് വേണ്ടിയാണ്. ഈ ആലയത്തിൽ ഭാര്യ വരുന്നവരുണ്ട്, ഭർത്താവ് വരുന്നവരുണ്ട്, മക്കൾ വരുന്നവരുണ്ട്, കുടുംബമായി ഒന്നിച്ച് വരുവാൻ കഴിയാത്തവരുണ്ട്, അതുപോലെ ബന്ധുമിത്രാദികളും ചാർച്ചക്കാരും സ്നേഹിതന്മാരും വരാത്തവരുണ്ട്. എന്നാൽ ഇന്ന് ദൈവം നമ്മോട് പ്രാർത്ഥിപ്പാനായിട്ട് പറഞ്ഞത്, കൂടെയുള്ളവരുടെ കണ്ണുകളെ തുറക്കുമാറാകണമേ. ഹല്ലേലൂയ. ദൈവം കണ്ണുകളെ തുറക്കും. നിന്നോടുകൂടെ ഒരു പറ്റ മക്കൾ ഈ ആലയത്തിൽ കടന്നു വരുവാൻ ദൈവം പ്രവർത്തിക്കും. നീ പ്രാർത്ഥിച്ചാൽ, നീ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ, നീ സമർപ്പണത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ, നീ പ്രത്യാശയോടുകൂടി പ്രാർത്ഥിച്ചാൽ, ദൈവം നമുക്ക് വേണ്ടി വലിയവ പ്രവർത്തിക്കും. ഇന്ന് നീ ഏകനായി വരുന്നുവെങ്കിൽ,
ഇന്ന് നീ ഏകയായി വരുന്നുവെങ്കിൽ, കുടുംബമായി കടന്നു വരുവാൻ കഴിയാത്തതായിട്ടുള്ള അവസ്ഥയിൽ നീ ആകുന്നുവെങ്കിൽ, എന്നോട് കൂടെയുള്ള ഈ ബാല്യക്കാരൻ്റെ കണ്ണു തുറക്കണമേ. എന്നോട് കൂടെയുള്ള എൻ്റെ ബന്ധുമിത്രാദികളെ കണ്ണുകളെ തുറക്കണമേ. ഞാൻ ആരാധിക്കുന്ന ദൈവം ആരാകുന്നു എന്നും, ഞാൻ വിശ്വസിക്കുന്ന ദൈവം ആരാകുന്നു എന്നും, ഞാൻ സേവിക്കുന്ന ദൈവം ആരാകുന്നു എന്നും ഇവരുടെ ജീവിതത്തിൽ തെളിയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നിന്നോടൊപ്പം ഈ വർഷത്തിൽ നിന്റെ എല്ലാ ബന്ധുമിത്രാദികളും, എല്ലാ ചാർച്ചക്കാരും, എല്ലാ സ്നേഹിതന്മാരും ഈ ആലയത്തിൽ കടന്നു വരുവാൻ ദൈവം പ്രവർത്തിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ വർഷത്തിന്റെ ആരംഭത്തിൽ ദൈവം നമുക്ക് നൽകുന്നതായിട്ടുള്ള വചനം അതാണ്. ദൈവം എന്നോട് പറഞ്ഞത് ഈ വചനം എടുക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഉള്ളിൽ വന്നതായിട്ടുള്ള ഒരു ആലോചന. ഇന്നിവിടെ പറയുന്നതായിട്ടുള്ള ഓരോന്നും സർവശക്തനായ ദൈവമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ ആലോചിച്ച് തീരുമാനിച്ചതായിട്ടുള്ള കാര്യങ്ങളല്ല ഇവിടെ സംസാരിക്കുന്നത് ദൈവമാണ്. ഇപ്രകാരം ഒരു ആലോചന നൽകിയത് സർവശക്തനായ ദൈവമാണ്. ഇതുവരെ നാം കേൾക്കാത്തതായിട്ടുള്ള കാര്യം ദൈവമാണ് ഈ ആലയത്തിൽ വെളിപ്പെടുത്തിയത്. അല്ലാതെ എൻ്റെ കഴിവോ ബുദ്ധിയോ ജ്ഞാനമോ യാതൊന്നുമല്ല. എല്ലാം ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. ഇവിടെ വായിച്ചു കേട്ടത്, ഈ ബാല്യക്കാരന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. കണ്ണ് തുറക്കണമേ എന്നവൻ പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. വിശ്വാസത്തോടുകൂടി നീ പ്രാർത്ഥിച്ചാൽ നിന്നോടുകൂടെ ദൈവമുണ്ട് എന്ന് തെളിയിക്കുന്നവനാണ്. ഹല്ലേലൂയ. ഏലീശ ഒരു പക്ഷേ ഈ ദൂതന്മാരെയും അവന് ചുറ്റുമായിരിക്കുന്ന അഗ്നിമയ രഥങ്ങളോടുകൂടെ ആയിരിക്കുന്ന കുതിരകളെയും ചിലപ്പോൾ ഏലീശ കണ്ടിട്ടുണ്ടാവുകയില്ല. പക്ഷേ അവൻ വിശ്വാസത്താൽ അത് കണ്ടു. ഹല്ലേലൂയ. വിശ്വാസത്താൽ അവൻ കണ്ടു, എന്നോട് കൂടെ ദൈവത്തിന്റെ ദൂതന്മാരുമുണ്ട് എന്നുള്ളത്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എങ്കിൽ നീ അപ്രകാരം വിശ്വസിക്കണം. ഞാൻ കണ്ടവനായ ദൈവത്തെ, ഞാൻ അറിഞ്ഞവനായ ദൈവത്തെ, എന്നോട് കൂടെ എൻ്റെ ദൈവമുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ ദൈവത്തെ കാണുവാൻ ഈ ബാല്യക്കാരന് നീ അവസരം കൊടുക്കണമേ. ഇവിടെ വായിച്ചു കേട്ടത്, ഇവൻ കാണത്തക്കവണ്ണം ഇവരെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണു തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും. നാം അറിയേണ്ടതായിട്ടുള്ള ഒരു സത്യമുണ്ട്. നമ്മുടെ ആലോചനയോ നമ്മുടെ ഉപദേശമോ നമ്മുടെ യാതൊന്നും മറ്റുള്ളവന്റെ കണ്ണു തുറക്കുകയില്ല. ഹല്ലേലൂയ. കണ്ണു തുറക്കുവാൻ ഒരു വഴി ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ്. ഹല്ലേലൂയ. ഒന്ന്, നീ ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുക, ദൈവത്തോടുകൂടെ നടക്കുക, ദൈവത്തെ നീ പൂർണ്ണമായി വിശ്വസിക്കുക. അവൻ എന്നോട് കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പും ധൈര്യവും നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നീ പ്രാർത്ഥിച്ചാൽ ദൈവം മറുപടി നൽകും. നീ പ്രാർത്ഥിച്ചാൽ ബാല്യക്കാരന്റെ കണ്ണു തുറക്കും. നീ പ്രാർത്ഥിച്ചാൽ അവിശ്വാസികളുടെ കണ്ണു തുറക്കും. നീ പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ടാകും. നീ പ്രാർത്ഥിച്ചാൽ അനുഗ്രഹമുണ്ടാകും. എന്തുകൊണ്ടാണ് അപ്രകാരം ഏലീശ പ്രാർത്ഥിച്ചത്? ദൈവത്തിന്റെ വചനത്തിലേക്ക് വരാം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം. അവൻ അവരോട്, അല്പവിശ്വാസികളെ നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം, അല്പവിശ്വാസികളെ നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. വലിയ ശാന്തത ഉണ്ടായി. ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? ഈ വചനം ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു കാര്യമാണ്. ലോകം എന്ത് പറഞ്ഞാലും, കൂടെയുള്ളവർ എന്ത് പറഞ്ഞാലും ഭീരുക്കളാകേണ്ടുന്നവരല്ല നമ്മൾ. ഹല്ലേലൂയ. ആര് എന്തൊക്കെ പറഞ്ഞാലും, ഒരു സൈന്യം നേരെ അണിനിരക്കുന്നു എന്ന് പറഞ്ഞാലും, അനേക പ്രശ്നങ്ങൾ പറഞ്ഞ് നമ്മുടെ മനസ്സ് തളർത്തുവാൻ അനേകർ ശ്രമിച്ചാലും, ദൈവമില്ല, ഓടി രക്ഷപ്പെടുന്നതാണ് നല്ലത് എന്ന് അനേകർ പറഞ്ഞാലും, ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാൻ സംഗതി എന്ത്?
ദൈവം ചോദിക്കുന്നത് ഭീരുക്കളാകേണ്ടുന്നവരല്ല, നമ്മൾ ഓരോരുത്തരും ദൈവമാണ് നമ്മോട് കൂടെയുള്ളത്. അല്പവിശ്വാസികളെ നിങ്ങൾ ഭീരുക്കളാകുവാനെന്ത്? അല്പവിശ്വാസമല്ല നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്, പൂർണ്ണമായ വിശ്വാസം. ഒരാൾ പറയുമ്പോൾ അതാണ് ശരി, മറ്റൊരാൾ പറയുമ്പോൾ ഇതാണ് ശരി, വേറൊരാൾ പറയുമ്പോൾ അതായിരിക്കുമോ ശരി എന്ന് ചിന്തിക്കേണ്ടുന്നവരല്ല അല്പവിശ്വാസികളെ. അവർ വിളിക്കുന്നത് അല്പവിശ്വാസികളെ എന്നുള്ളതാണ്. രണ്ടാമത് അവർ വിളിക്കുന്നത് നിങ്ങൾ ഭീരുക്കളാകുന്നു എന്നുള്ളതാണ്. അല്പവിശ്വാസികളെ, നിങ്ങൾ ഇപ്രകാരം ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. കാറ്റിനെയും കടലിനെയും ശാസിക്കുവാൻ അധികാരമുള്ളവനാണ് നമ്മുടെ ദൈവം. മുങ്ങിപ്പോകുവാൻ ഇടവരികയില്ല, തകർന്നു പോകുവാൻ ഇടവരികയില്ല. ആരുടെയും വാക്കിനാൽ കേട്ട് ഉഴലുന്നവരായിട്ടല്ല, വിശ്വാസത്തോടുകൂടെ നാം മുന്നോട്ട് പോയാൽ അക്കരെ നാടെത്തിക്കുവാൻ അവൻ മതിയായവനാണ്. മർക്കോസ് 6-ാം അധ്യായം അതിന്റെ 47-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. മർക്കോസ് 6-ാം അധ്യായം അതിന്റെ 47-ാമത്തെ വാക്യം. വൈകുന്നേരമായപ്പോൾ പടക് കടലിന്റെ നടുവിലും താൻ ഏകനായി കരയിലുമായിരുന്നു. കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ട് വലിച്ച് വലയുന്നത് അവൻ കണ്ടു. ഹല്ലേലൂയ. ശിഷ്യന്മാർ യേശുവിനെ കൂടാതെ യാത്ര പുറപ്പെട്ടു. അവർ പോകുമ്പോൾ ശിഷ്യന്മാർ പടക് കടലിന്റെ നടുവിലും താനേകനായി കരയിലുമായിരുന്നു. നിന്റെ യാത്ര അറിയുന്നവനാണ് ദൈവം. നീ പോകുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്നവനാണ് ദൈവം. എന്നാൽ അതിന്റെ താഴത്തെ വാക്യം കൂടി നമുക്ക് വായിക്കാം. കാറ്റ് പ്രതികൂലമാകൊണ്ട് തണ്ട് വലിച്ചു വലയുന്നത് അവൻ കണ്ടു. ഹല്ലേലൂയ. നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളതാണ്. നീ പോകുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്നവൻ, നിന്റെ പ്രതികൂലങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവൻ, തണ്ട് വലിച്ചു വലയുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നവൻ, ദുഃഖത്തിലായിരിക്കുന്ന നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവൻ, അവൻ മാറി നിൽക്കുന്നവനല്ല. അക്കരെ നാടെത്തിപ്പാൻ അവൻ മതിയായവനാണ്. അക്കരെ നാടെത്തിപ്പാൻ അവൻ മതിയായവനാണ്. നാം അവിശ്വസ്തരായി പാർത്താലും അവൻ വിശ്വസ്തനായി നമ്മോട് കൂടെയുണ്ട്. ശിഷ്യന്മാർ യേശുവിനെ കൂടാതെ പോയി എങ്കിലും ശിഷ്യന്മാരെ വിട്ടു പോകുന്നവനല്ല അവൻ. കാരണം വിളിച്ചവൻ വിശ്വസ്തൻ. ഇടവഴിയിൽ വെച്ച് വിട്ടേച്ച് പോകുന്നവനല്ല അവൻ. പ്രതികൂലങ്ങളിൽ വിട്ടേച്ച് പോകുന്നവനല്ല. അവിശ്വാസത്തിൽ വിട്ടേച്ച് പോകുന്നവനല്ല. സംശയത്തിൽ അവൻ വിട്ടേച്ച് പോകുന്നവനല്ല. ഭീരുക്കളെ അവൻ വിട്ടേച്ച് പോകുന്നവനല്ല. അവൻ വിളിച്ചു എങ്കിൽ അവൻ വഴി നടത്തുവാൻ മതിയായവനാണ്. അവൻ വിളിച്ചു എങ്കിൽ നമ്മെ നടത്തുവാൻ മതിയായവനാണ്. കാറ്റ് കണ്ട് നീ പേടിക്കേണ്ട, പ്രതികൂലങ്ങൾ കണ്ട് നീ പേടിക്കേണ്ട, കടലിന്റെ നടുക്കാണല്ലോ എന്ന് നീ ചിന്തിക്കേണ്ട. നിന്റെ ദൂരെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ നടത്തുവാൻ മതിയായ ഒരു ദൈവമുണ്ട്. നിന്നെ മറക്കാത്ത ഒരു ദൈവമുണ്ട്. നിന്നെ കൈപിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ വായിച്ചു കേട്ടത് കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ട് വലിച്ചു വലയുന്നത് അവൻ കണ്ടു. ഏകദേശം രാത്രി 4-ാം യാമത്തിൽ, രാത്രിയുടെ 4-ാം യാമത്തിങ്കൽ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ ചെന്നു അവരെ കടന്നു പോകുവാൻ ഭാവിച്ചു. ഹല്ലേലൂയ. രാത്രിയുടെ 4-ാം യാമത്തിങ്കൽ, ഏറ്റവും അവസാനത്തേതായിട്ടുള്ള യാമത്തിങ്കൽ യേശു കടലിൻ മീതെ നടന്ന് അവരുടെ അടുക്കൽ കൂടെ കടന്നു പോകുവാൻ അവൻ ഭാവിച്ചു. അതിന്റെ താഴത്തെ വാക്യം കൂടി വായിക്കാം. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ഭൂതമെന്ന് അവർ നിരൂപിച്ചു. കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ഭൂതമെന്ന് അവർ നിരൂപിച്ചു. ഹല്ലേലൂയ. യേശു നമ്മുടെ അടുക്കൽ കടന്നു വരുമ്പോൾ ഭൂതമെന്ന് നാം വിചാരിക്കരുത്. ഇപ്പോൾ നമ്മുടെ അവസ്ഥ ഇവിടെ ഭൂതമാണോ എന്നുള്ളതാണ്. എന്നാൽ സർവശക്തനായ ദൈവമാണ് നിന്റെ അടുക്കൽ വരുന്നത്. നിന്നെ കൈവിടാത്തവനാണ്. നിന്റെ പ്രതികൂലങ്ങൾ കാണുന്നവനാണ്. ഭൂതമല്ല നിന്റെ അടുക്കിലേക്ക് വരുന്നത്. നമ്മെ സഹായിക്കുന്നത് മനുഷ്യനല്ല, നമ്മെ സഹായിക്കുന്നത് ഭൂതമല്ല. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു.
നിന്റെ അടുക്കിലേക്ക് വരുന്നവൻ നിന്നെ കൈവിടാത്തവനാണ്. നിത്യസ്നേഹം കൊണ്ട് നിന്നെ സ്നേഹിച്ചവനാണ്. ഒരു നാളിൽ വഴിയരികിൽ നാം കിടന്നവരാണ്. രക്തത്തിൽ കുളിച്ചു കിടന്നവരാണ്. ഒരു കണ്ണിനും ദയ തോന്നാതെ കിടന്നിരുന്നവരാണ്. അവിടെ നിന്ന് ദൈവം വിളിച്ചു എങ്കിൽ, അവിടെ നിന്ന് നമ്മുടെ രക്തക്കറകളെല്ലാം കഴുകിക്കളഞ്ഞു എങ്കിൽ, നമ്മെ ഉപ്പ് തേച്ച് കുളിപ്പിച്ചു എങ്കിൽ, നമ്മെ സൗന്ദര്യമുള്ളവളാക്കി തീർത്തു എങ്കിൽ, നമ്മെ കൈവിടുന്നവനല്ല ദൈവമെന്ന് ഇന്ന് പകൽക്കാലം നിങ്ങളോട് ദൈവമാണ് സംസാരിക്കുന്നത്. ഇവിടെ വായിച്ചു കേട്ടത്, കടലിൽ മേൽ നടക്കുന്നത് കണ്ടിട്ട് ഭൂതമെന്ന് അവർ നിരൂപിച്ചു, അവർ പേടിച്ചു, അവർ നിലവിളിച്ചു. എല്ലാവരും അവനെ കണ്ട് ഭ്രമിച്ചിരുന്നു. ഉടനെ അവൻ അവരോട് സംസാരിച്ചു. ധൈര്യപ്പെടുവിൻ, ഞാൻ തന്നെയാകുന്നു, ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട, ഞാൻ തന്നെയാകുന്നു. പലപ്പോഴും ദൈവം എന്നോട് കൂടെയുണ്ടോ എന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള അവസ്ഥകൾ നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ വന്നിട്ടുണ്ടാകും. ദൈവം എന്നോട് കൂടെയുണ്ടോ? ഉണ്ടെങ്കിൽ ഈ പ്രതിസന്ധികൾ എനിക്ക് വരുമായിരുന്നു. ഭീരുക്കളായി, അവിശ്വാസികളായി, സംശയിക്കുന്നവരായി, പിറുപിറുക്കുന്നവരായി നമ്മൾ തീർന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ വർഷം വരെയും ഈ ദിവസം വരെയും നമ്മൾ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അനേക സംശയങ്ങളും അനേക തെറ്റുകളും അനേക കുറ്റങ്ങളും നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ ദൈവം അവനോട് പറയുന്നത്, ധൈര്യപ്പെടുവിൻ, ഞാൻ തന്നെയാകുന്നു, ഭയപ്പെടേണ്ട, ഞാൻ തന്നെ. കടൽക്കരയിൽ മീൻ വല കഴുകിക്കൊണ്ടിരുന്ന, മീൻ പിടിച്ചുകൊണ്ടിരുന്ന നിങ്ങളെ വിളിച്ച അതേ ഞാൻ തന്നെയാണ് ഇന്ന് നിങ്ങളുടെ അടുക്കിലേക്ക് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളാണ് മാറിപ്പോയത്, ഞാൻ മാറിയിട്ടില്ല. ഇന്ന് ദൈവം പറയുന്നു, നിങ്ങൾ ഓരോരുത്തരുമാണ് മാറിയത്. നിങ്ങളെ വിളിച്ചത് പടകും കരയും വലയും വിട്ട് എന്നെ അനുഗമിക്കുവാൻ പറഞ്ഞു. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞു. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം സംഭവിച്ചു. ഞാൻ നിങ്ങളോട് കൂടെയിരുന്നു. അനേകം അത്ഭുതങ്ങളും അനേകം വീര്യപ്രവൃത്തികളും നിങ്ങൾ ഓരോരുത്തരും കണ്ടു. എന്നാൽ ഇന്ന് നിങ്ങൾ പോയത് എന്നെ കൂടാതെയാണ്. ഹല്ലേലൂയ. നിങ്ങളെ വിളിച്ച ഞാൻ തന്നെയാണ് നിങ്ങളുടെ അടുക്കലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങളെ വിളിച്ച ഞാൻ തന്നെയാണ് നിങ്ങളുടെ അടുക്കലേക്കുള്ളത്. നിങ്ങൾ അവിശ്വസിക്കേണ്ട, നിങ്ങൾ സംശയിക്കേണ്ട, നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ മാറിപ്പോകുന്നെങ്കിൽ നിങ്ങളെ വീണ്ടും ചേർക്കുവാനാണ് നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ തന്നെയാകുന്നു. ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട. ഇന്ന് എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ എന്ത് ചെയ്യും എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. ഭയപ്പെടേണ്ട, ഞാൻ തന്നെയാണ്, ഞാൻ മാറിപ്പോയിട്ടില്ല. അവിടെ ദൈവത്തിൻ്റെ വചനം നമ്മെ തെളിയിക്കുന്നത് അവൻ മാറിപ്പോയിട്ടില്ല എന്നുള്ളത്. അവൻ മാറിപ്പോകുവാൻ അവന് സാധ്യമല്ല. സർവശക്തനായ ദൈവം സ്ഥാപിച്ചതായിട്ടുള്ള ദൈവത്തിൻ്റെ ആലയമാണ് ഈ പ്രാർത്ഥനാലയം. നമ്മെ ഓരോരുത്തരെയും മരണക്കിടക്കയിൽ നിന്നും, മരണത്തിന്റെ താഴ്വരയിൽ നിന്നും, കൂരിരുളിന്റെ താഴ്വരയിൽ നിന്നും ഉണങ്ങിയതായിട്ടുള്ള അസ്ഥികളാകുന്ന നമ്മെ ജീവിപ്പിച്ചവൻ ഇന്നും നിന്നോട് കൂടെ, ഇന്നും ഈ ആലയത്തിലുണ്ട്. ഇന്ന് ഞാൻ വാഗ്ദത്തങ്ങളെ നിവർത്തിപ്പാൻ മതിയായവനായി നിന്നോട് കൂടെയുണ്ട്. അവിശ്വാസം വന്നത്, അനുസരണക്കേട് വന്നത്, സംശയം വന്നത്, ഭീരുക്കളായത് നിങ്ങളാണ്. ഞാൻ നിങ്ങളെ വിട്ടു പോയിട്ടില്ല. കടലിന്റെ നടുക്ക് വരെ നിങ്ങൾ പോയി എന്നെ കൂടാതെ. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് നോക്കി നിനക്ക് വേണ്ടി കരയിൽ നിന്നവനാണ് ഞാൻ. ഹല്ലേലൂയ. രാത്രിയുടെ 4 യാമം വരെ നോക്കി നിങ്ങൾ എന്നെ വിളിക്കുമോ എന്ന്. നിങ്ങൾ 4 യാമം വരെയും വിളിച്ചില്ല. എന്നാൽ വലയുന്നത് കണ്ട് നിന്റെ അടുക്കിലേക്ക് കടന്നു വന്നവനാണ്. ഞാനാകുന്നു മകനെ, നിന്നെ കൈവിടാത്തവൻ ഞാനാകുന്നു.
ഞാൻ നിന്നെ മറന്നിട്ടില്ല, നീയാണ് എന്നെ മറന്നത്. നീ ധൈര്യപ്പെടുവേൻ, ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തികളെ ചെയ്യുക. മകനെ, നിന്റെ ആദ്യ സ്നേഹം കുറഞ്ഞു പോയി എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. യേശു പടകിലിരുന്ന് അവരോടുകൂടെ യാത്ര ചെയ്ത് അനേകം മത്സ്യങ്ങൾ, പെരുത്ത മീൻകൂട്ടങ്ങളെ നൽകി അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് കടന്നു പോയതിൻ്റെ എക്സ്പീരിയൻസ് വെച്ചാണ് അവർ തനിയെ പോയത്. ഹല്ലേലൂയ. അനേക പ്രാവശ്യം യേശു പടകിൽ കയറിയിട്ടുണ്ട്. ഇനി യേശു ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് ഈ പടക അക്കരെ കൊണ്ടുപോകാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഹല്ലേലൂയ. നടുക്കുവരെ ഒരു പ്രകാരത്തിൽ പോകും, അതിനപ്പുറത്തേക്ക് പോകുവാൻ സാധ്യമല്ല എന്ന് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അക്കരെ കടക്കുവാൻ യേശുവിനെ കൂടാതെ സാധ്യമല്ല. ഹല്ലേലൂയ. എന്നാൽ നിങ്ങളുടെ പിന്മാറ്റത്തെ സൗഖ്യമാക്കുന്ന ദൈവമുണ്ട്. പിന്മാറ്റത്തിൽ നിന്ന് നിങ്ങൾക്ക് വിടുതൽ നൽകുന്നൊരു ദൈവമുണ്ട്. ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെടുവാൻ, ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുവാൻ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം അവസരം നൽകുകയാണ്. ഇവിടെ വായിച്ചു കേട്ടത്, ധൈര്യപ്പെടുവിൻ, ഞാൻ തന്നെയാകുന്നു. ധൈര്യപ്പെടുവിൻ, ഞാൻ തന്നെയാകുന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. പിന്നെ അവൻ അവരുടെ അടുക്കൽ ചെന്നു, പടകിൽ കയറി. പിന്നെ അവൻ അവരുടെ അടുക്കൽ ചെന്നു, പടകിൽ കയറി. കാറ്റമർന്നു. അവർ ഉള്ളിൽ അത്യന്തം ഭ്രമിച്ചാശ്ചര്യപ്പെട്ടു. അവന്റെ ഹൃദയം കടുത്തിരുന്നത് കൊണ്ട് അപ്പത്തിന്റെ സംഗതി അവർ ഗ്രഹിച്ചില്ല. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. യേശു പടകിൽ കയറിയപ്പോൾ ശാന്തതയുണ്ടായി, വലിയ ശാന്തതയുണ്ടായി. മറ്റൊരു ഭാഗത്ത് വായിക്കുന്നത് ഇപ്രകാരമാണ്: യേശു പടകിൽ കയറി, അപ്പോൾ തന്നെ പടക് മറുകര അക്കരെ എത്തി എന്നുള്ളത്. യേശു നിന്റെ പടകിലുണ്ടെങ്കിൽ അക്കരെ എത്തുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാറ്റിനെയും കടലിനെയും കണ്ട് ഭയപ്പെടേണ്ടുന്നവരല്ല. നമ്മുടെ അടിസ്ഥാനം ക്രിസ്തു എന്ന പാറമേലാണ്. ഹല്ലേലൂയ. നിന്റെ അടിസ്ഥാനം ക്രിസ്തു എന്ന പാറമേലാകുന്നെങ്കിൽ കാറ്റ് വരാം, വെള്ളം പൊങ്ങാം, തിരമാലകൾ ആഞ്ഞടിക്കാം, അനേകം പ്രതിസന്ധികൾ വരാം. എന്നാൽ വീണു പോകുവാൻ അനുവദിക്കുന്നവനല്ല നിന്റെ ദൈവം. തോറ്റുപോകുവാൻ അനുവദിക്കുന്നവനല്ല. അക്കരെ നാടെത്തുന്നത് വരെയും നമ്മെ കൺമണി പോലെ കാക്കുന്നവനാണ്. പാട്ടുകാരൻ പാടുന്നത്: ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല. ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. അക്കരെ നാട്ടിലേക്ക് യാത്ര ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. ഈ ആലയം ദൈവം ഒരുക്കിയത് വയറിൻ്റെ സുവിശേഷത്തിനല്ല, ലോകത്തിൻ്റെ നന്മകളുടെ സുവിശേഷത്തിനല്ല, സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷം ഘോഷിക്കുവാൻ ദൈവം ഒരുക്കിയതായ ദൈവത്തിൻ്റെ ആലയമാണ് ഈ പ്രാർത്ഥനാലയം. ഈ യാത്രയിൽ പ്രതിസന്ധികളുണ്ട്, കഷ്ടതകളുണ്ട്, കണ്ണുനീരുണ്ട്, പ്രയാസങ്ങളുണ്ട്. എന്നാൽ ജയിച്ചവനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. പാട്ടുകാരൻ പാടുന്നത്: ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറിഞ്ഞില്ല ഞാൻ. ഹല്ലേലൂയ. ഈ യാത്രയിൽ നീ ദൈവത്തോടുകൂടെ നടന്നാൽ, ദൈവത്തെ നിന്റെ പടകിൽ കയറ്റിയാൽ, അവനെ ധ്യാനിച്ചും അവനെ മാനിച്ചും അവനെ ആരാധിച്ചും അവനെ സ്നേഹിച്ചും നീ മുന്നോട്ട് പോയാൽ ക്ഷീണമെന്തെന്നറിയാതെ നിന്നെ അക്കരെ നാട് എത്തിക്കുന്നവനാ. ഹല്ലേലൂയ.
അല്ലാതെ നിന്റെ ഒരു പ്രവൃത്തികൾ കൊണ്ടും അക്കരെ എത്തുകയില്ല. പടകിൽ സർവശക്തനായ ദൈവം വേണം. അവർക്ക് ഒരുപാട് പ്രാക്ടീസ് ഉണ്ട്. ഒരുപാട് കാറ്റിലും കോളിലും തിരമാലകളിലും പടകിനെ നിയന്ത്രിച്ചു കൊണ്ടുവന്നവരാണ് അവർ. കാരണം അവരെല്ലാവരും മീൻ പിടിക്കാരായിരുന്നു. ആദ്യമായി കടലിലേക്ക് ഇറങ്ങിയവരല്ല, അനേകം വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ളവരാണവർ. എന്നാൽ കടലിൻ്റെ നടുക്കെത്തിയപ്പോൾ തണ്ട് വലിച്ച് അവർ വലയുന്നത് യേശു കണ്ടു. ഹല്ലേലൂയ. നിന്റെ എക്സ്പീരിയൻസ് കൊണ്ടൊന്നും, നിന്റെ പരിജ്ഞാനം കൊണ്ടൊന്നും, നിന്റെ അറിവ് കൊണ്ടൊന്നും, നിന്റെ ശ്രേഷ്ഠത കൊണ്ടൊന്നും ഈ നടുക്കടലിൽ നിന്ന് അക്കരെ കടക്കുവാൻ സാധ്യമല്ല. ദൂരത്ത് നിൽക്കുന്നതായിട്ടുള്ള യേശുവിന്, നിന്റെ അടുക്കൽ കൂടെ കടന്നു പോകുവാൻ ഭാവിക്കുന്ന യേശുവിന് നീ വിളിച്ച് പടകിൽ കയറ്റിയാൽ മാത്രമേ അക്കരെ എത്തുവാൻ കഴിയുകയുള്ളൂ എന്ന് ഇന്ന് പകൽക്കാലം ദൈവമാണ് ഓർമ്മിപ്പിക്കുന്നത്. ഒരു കഴിവും കൊണ്ട് അക്കരെ കടക്കുകയില്ല, ഒരു ശ്രേഷ്ഠത കൊണ്ട് അക്കരെ കടക്കുകയില്ല. നിന്റെ അടുക്കൽ കൂടെ കടന്നു വരുന്നത് അവനെ ക്ഷണിക്കുമോ ഇല്ലയോ എന്നറിയേണ്ടതിനുമാണ്. എന്നാൽ നീ അവനെ ക്ഷണിച്ചാൽ അവൻ നിന്റെ പടകിൽ കയറും. അവൻ നിന്നെ സ്നേഹിച്ചാൽ, ഇവിടെ നമുക്കറിയേണ്ടതായുള്ള ഒരു കാര്യം, എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യുന്നു. കരുണ തോന്നുന്നവനും കനിവ് തോന്നുന്നവനുമാണ് ഈ വലിയവനായ ദൈവം. ഹല്ലേലൂയ. അവൻ പടകിൽ കയറി ശാന്തത ഉണ്ടായി. ഈ യാത്ര പേടിപ്പിക്കുന്നതായിട്ടുള്ള യാത്രയാണ്. പാട്ടുകാരൻ പാടുന്നത്, യേശുവോട് കൂടെ എൻ്റെ ലോകവാസം, ക്ലേശം കൂടെയുണ്ട് യേശുവോട് കൂടെ എൻ്റെ ലോകവാസം, ക്ലേശം കൂടെയുണ്ട് യേശുപാതയിൽ. ഹല്ലേലൂയ. യേശുവിനോട് കൂടെയാണ് നമ്മുടെ വാസമെങ്കിൽ ക്ലേശമുണ്ട് ഈ പാതയിൽ. ഹല്ലേലൂയ. എല്ലാവരും യാത്ര ചെയ്യുന്നത് ഗദസമന വരെയാണ്. ഗദസമന വരെ പോകുവാൻ യാതൊരു പ്രയാസവുമില്ല. എന്നാൽ ദൈവം നമ്മെ വിളിച്ചത് ഗദസമന വരെ യാത്ര ചെയ്യുവാനല്ല, ഗദസമനയിൽ നിന്ന് കാൽവറിയിലേക്ക് യാത്ര ചെയ്യുവാൻ. ഹല്ലേലൂയ. ഗദസമനയിൽ നിന്ന് കാൽവറിയിലേക്ക് യാത്ര ചെയ്യുവാൻ, ഗദസമനയിൽ നിന്ന് കാൽവറി മല വരെയും അവനെ ക്രൂശിച്ചതായിട്ടുള്ള ഇടം വരെയും യാത്ര ചെയ്ത് നടന്നു പോയതായിട്ടുള്ള കർത്താവിൻ്റെ കാൽച്ചുവടുകളെ പിൻഗമിക്കുന്നവർക്ക് മാത്രമേ ആ രാജ്യത്തിലേക്ക് ചെല്ലുവാനായിട്ട് കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ആ വഴിയിൽ കൂടെ ഒരിക്കൽ പോയത് യേശു മാത്രമാണ്. ആ വഴിയിൽ കൂടെ പിന്നീട് പോയത് അവൻ്റെ ശിഷ്യന്മാരെല്ലാവരുമാണ്. ആ വഴിയിൽ കൂടെ പിന്നീട് പോയത് അവനെ അനുഗമിച്ചതായിട്ടുള്ള അവൻ്റെ മക്കൾ മാത്രമാണ്. അവൻ്റെ വഴിയിൽ കൂടെ പിന്നീട് പോയത്, ഈ ആലയത്തിൽ നമുക്ക് പറയുവാനുള്ളത്, ദൈവത്തിൻ്റെ ദാസനാണ്. ഇനി ആ വഴിയിൽ കൂടി പോകേണ്ടതിന് ദൈവമാണ് നമ്മെ വിളിച്ച് ഈ ആലയത്തിലാക്കി വെച്ച് നമുക്ക് അഭിഷേകം നൽകി ഈ ആലയത്തിൽ നിർത്തിയിരിക്കുന്നത്. ആ പാതയിൽ കൂടെ മുന്നോട്ട് പോകണം. കാൽവറി മല എത്തുന്നത് വരെയും അവൻ പോയതായിട്ടുള്ള വഴിയിൽ കൂടി പോയാൽ മാത്രമേ അവിടേക്ക് എത്തുവാനായിട്ട് കഴിയുകയുള്ളൂ. പ്രതികൂലങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. യേശു അനേകം പ്രാവശ്യം വീണും പ്രാഞ്ചിക്കിതച്ചും എഴുന്നേറ്റും അടിച്ച് എഴുന്നേൽപ്പിക്കുന്നതായി അനേക സാഹചര്യങ്ങൾ, അനേക അവസരങ്ങൾ അവൻ്റെ ജീവിതത്തിൽ വന്നു. എന്നാൽ അവൻ അനേക പ്രാവശ്യം അടികൊണ്ടു. ചുമക്കുവാൻ കഴിയാത്തതായിട്ടുള്ള ഭാരമേറിയ കുരിശ് അവൻ ചുമന്നുകൊണ്ട് നടക്കുവാൻ കഴിയാതെ വീണു. വീണപ്പോൾ അടിച്ചെഴുന്നേൽപ്പിക്കുന്നതായിട്ടുള്ള പടയാളികൾ ഉണ്ടായിരുന്നു. അനേക പ്രാവശ്യം വീണും പ്രാഞ്ചി കിതച്ചും ചുണ്ടു നനയ്ക്കുവാൻ ഒരിറ്റു വെള്ളം പോലും കിട്ടാതെ അവനേകനായി യാത്ര പോയതായ ആ വഴിയിൽ കൂടെയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, കഷ്ടമനുഭവിപ്പാനും കൂടെ വരം നൽകിയിരിക്കുന്നു. ആ പാതയിൽ കൂടെ പോകുവാനാണ്. നമുക്ക് മുമ്പേ പോയി ലക്ഷ്യസ്ഥാനത്തെത്തി നമുക്ക് വേണ്ടി ജീവനെ നൽകിയ ദൈവം നമ്മോട് കൂടെയുണ്ട്.
അപ്പോസ്തലന്മാരോടുകൂടെ ഇരുന്ന, പിതാക്കന്മാരോടുകൂടെ ഇരുന്ന, ദൈവത്തിന്റെ ദാസനോടുകൂടെ ഇരുന്ന സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അവരോട് കൂടെയുള്ളവർ നമ്മോട് കൂടെയുള്ളവരെക്കാൾ അധികം. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ദൈവം നമുക്ക് നൽകിയതായിട്ടുള്ള വാഗ്ദത്തം അതാണ്. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. മറ്റൊരു ഭാഗത്ത് റോമാലേഖനത്തിൽ പറയുന്നു, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് അനുകൂലമായി നിൽക്കേണ്ടത് ദൈവമാണ്. ഈ ലോകത്തിൽ ആരുമല്ല നമുക്ക് അനുകൂലമായി നിൽക്കേണ്ടത്. ലോകത്തിലെല്ലാവരും പ്രതികൂലമായി നിന്നാലും അനുകൂലമായി നിൽക്കേണ്ടുന്നവൻ ദൈവമാണ്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ? അതിൻ്റെ അവസാന ഭാഗത്ത്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ കഷ്ടതയോ സങ്കടമോ നഗ്നതയോ പട്ടിണിയോ ആപത്തോ വാളോ നിന്റെ നാമനിമിത്തം ഞങ്ങൾ ഇടവിടാതെ കൊല്ലുന്നു, അറുക്കുവാൻ ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു. എന്നാൽ അതിന്റെ ഏറ്റവും അവസാനത്തിൽ വായിക്കുന്നത്, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം, അവൻ മുഖാന്തരമേ ജയമുള്ളൂ. ഇതിലൊക്കെയും ജയം പ്രാപിക്കണമെങ്കിൽ കഷ്ടതയോ സങ്കടമോ നഗ്നതയോ ആപത്തോ വാളോ മരണത്തിനോ ഉയരത്തിനോ ജീവനോ വരുവാനുള്ളതിനോ ഇപ്പോഴുള്ളതിനോ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ സാധ്യമല്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. പടകിൽ തണ്ടുവലിച്ച് വലഞ്ഞതായിട്ടുള്ള അവർ ജയം പ്രാപിച്ചത് അവരെ സ്നേഹിച്ചതായിട്ടുള്ള യേശു മുഖാന്തരമാണ്. ഹല്ലേലൂയ. അവരെ സ്നേഹിച്ചതായിട്ടുള്ള യേശു മുഖാന്തരം ആണ് ആ പടക് അക്കരെ എത്തിയത്. നമ്മെ സ്നേഹിക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. നമ്മെ സ്നേഹിക്കുന്ന ദൈവം അവിശ്വാസം വന്നാലും സംശയം വന്നാലും പിറുപിറുത്താലും തള്ളിപ്പറഞ്ഞാലും നമ്മെ വീണ്ടും സ്നേഹിക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് നാം വീണ്ടും അവനെ ക്രൂശിക്കുവാനല്ല, വീണ്ടും അവന് ലോകാപവാദം വരുത്തുവാനല്ല, ദൈവം ഒരവസരം കൂടി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണമെന്നുള്ളവനോട് അവൻ കനിവ് തോന്നുകയും ചെയ്യുന്നു. എന്നാൽ നമ്മുടെ കുറിവാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. ഏലീശ പ്രാർത്ഥിച്ചു. യഹോവ ബാല്യക്കാരന്റെ കണ്ണു തുറന്നു. ഏലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. ഇന്ന് ഈ രക്ഷ എല്ലാവരും കാണണം, ഈ മഹത്വം എല്ലാവരും കാണണം. ഈ ആലയം ഇപ്രകാരം നിലനിൽക്കുവാനുള്ള കാരണം അഗ്നിമയ രഥങ്ങളും കുതിരകളുമായി ദൈവവും ദൈവത്തിൻ്റെ ദൂതന്മാരും ഈ ആലയത്തിലുണ്ട്. അതുകൊണ്ട് മാത്രമാണ്. ഹല്ലേലൂയ. അനേക ശത്രുക്കൾ നമുക്കെതിരായി നിന്നപ്പോൾ, അനേക മിത്രങ്ങൾ നമുക്ക് ശത്രുക്കളായി നിന്നപ്പോൾ, അനേകരുടെ കണ്ണുകൾ അടഞ്ഞു പോയപ്പോൾ നമ്മെ നിലനിർത്തിയത് ജീവനുള്ള ദൈവമായ കർത്താവ് മാത്രമാണ്. കടന്നു വരുന്ന ജനത്തെ അനുഗ്രഹിച്ചത് ജീവനുള്ള ദൈവമാണ്. അനേകായിരം അന്ധകാര ശക്തികളെ ബന്ധിച്ചകറ്റി അനേകർക്ക് മോചനം നൽകിയത് ജീവനുള്ള ദൈവം മാത്രമാണ്. ആ ദൈവത്തെ നീ സംശയിക്കാതെ, അവനെ നീ അവിശ്വസിക്കാതെ, ഭീരുക്കളാകുവാൻ ഇടവരാതെ വണ്ണം നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം നമ്മൾ ഇതുവരെയും പ്രാപിച്ചു. ഇനിയും ജയം നൽകുവാൻ അവൻ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. എന്നാൽ അടുത്തത് അവൻ പ്രാർത്ഥിക്കുന്നത്, അതിന്റെ താഴ്ത്ത വാക്യങ്ങളിൽ നമ്മൾ വിശദീകരിക്കുവാൻ സമയമില്ല, ഞാൻ ഓടിച്ച് പറയുകയാണ്. ആ സൈന്യത്തെ നോക്കി അവന് പ്രകാരം പറഞ്ഞു, ഇവർക്ക് അന്ധത പിടിപ്പിക്കണമേ, കൂടെയുള്ളവന്റെ കണ്ണു തുറക്കണമേ എന്ന് പറഞ്ഞു. എന്നാൽ
അവനെതിരെ നിന്നതായിട്ടുള്ള ആ മക്കളുടെ കണ്ണുകൾക്ക് അന്ധത പിടിപ്പിക്കണമേ എന്ന് പറഞ്ഞു. അതിനർത്ഥം ഏലീശ അവരെ കൊല്ലുവാനല്ല, അവരുടെ കണ്ണു തുറന്ന് ദൈവത്തിൻ്റെ സ്നേഹം കാണിക്കേണ്ടതിനാണ്. ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുവാനായിട്ടുണ്ട്. പക്ഷേ 1-2 വാക്കിൽ ഞാൻ അത് അവസാനിപ്പിക്കുകയാണ്. അവൻ അങ്ങനെ അന്ധത പിടിപ്പിച്ചു. ആ ജനത്തെ കൊണ്ട് രാജാവിൻ്റെ അടുക്കലേക്ക് പോയി. രാജാവിൻ്റെ അടുക്കൽ പോയപ്പോൾ രാജാവ് പറഞ്ഞു, പിതാവേ, ഇവരെല്ലാത്തിനെയും ഞാൻ വെട്ടിക്കളയട്ടെ. ഏലീശ പറഞ്ഞു, വെട്ടിക്കളയരുത്. ഹല്ലേലൂയ. നിന്റെ യുദ്ധം കൊണ്ടോ നിന്റെ സൈന്യം കൊണ്ടോ അല്ല ഇതിനെ കീഴ്പ്പെടുത്തിയത്, സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. അവരെ പ്രാർത്ഥിച്ചു കണ്ണുകൾ കുരുടാക്കിയെങ്കിൽ രാജാവിന്റെ അടുക്കൽ പോയി അവൻ പ്രാർത്ഥിച്ചു. അവരുടെ എല്ലാവരുടെ കണ്ണുകൾ അവൻ തുറന്നതിന് ശേഷം രാജാവിനോട് പറഞ്ഞു, ഇവർക്ക് വയറ് നിറച്ച് ഭക്ഷണം കൊടുത്ത് അവരെ സമാധാനത്തോടുകൂടെ പറഞ്ഞയക്കുക. നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ അവന് തിന്മാൻ കൊടുക്ക, ദാഹിക്കുന്നെങ്കിൽ അവന് കുടിപ്പാൻ കൊടുക്ക. അങ്ങനെ നീ ചെയ്താൽ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും. ഹല്ലേലൂയ. ഉപദ്രവിക്കുന്നവനല്ല ദൈവത്തിന്റെ ദാസൻ, സ്നേഹിക്കുന്നവനാണ്. ഹല്ലേലൂയ. ദൈവസ്നേഹത്തിൽ നാം ഒത്തു വളർന്നിടുമ്പോൾ ലോകരേശുവേ അറിയും. ദൈവവചനം പഠിപ്പിക്കുന്നത്, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകമറിയും. ലോകമറിയുവാൻ, ശിഷ്യന്മാരെന്നറിയുവാൻ ഒരൊറ്റ മാർഗമേ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുള്ളൂ, അത് സ്നേഹിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഇവിടെ അവരെ അന്ധത പിടിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അന്ധത പിടിപ്പിച്ചത് രാജാവിൻ്റെ അടുക്കൽ എത്തിക്കുവാനാണ്. അവിടെ അപ്രകാരം എത്തിച്ചത് യുദ്ധം ചെയ്യുന്നത് മനുഷ്യനല്ല ദൈവമാണ് എന്ന് രാജാവിനെ ബോധ്യമാക്കുവാനാണ്. രണ്ടാമത്, അവർക്ക് മുഴുവൻ വയറ് നിറച്ച് ഭക്ഷണം കൊടുത്ത് വലിയൊരു വിരുന്നൊരുക്കി അവരെ സമാധാനത്തോടുകൂടെ അവൻ പറഞ്ഞയച്ചു. പിന്നീട് കുറേ നാളുകൾക്ക് യാതൊരു യുദ്ധങ്ങളും ഉണ്ടായില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സ്നേഹമാണ് അതിന് കാരണം. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴുങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. സ്നേഹമില്ല എങ്കിൽ ഏതുമില്ല. എന്തെല്ലാം യോഗ്യതകളുണ്ട് എങ്കിലും, എന്തെല്ലാം കഴിവുകളുണ്ട് എങ്കിലും സ്നേഹമില്ല എങ്കിൽ ഏതുമില്ല. ഇന്ന് മനസ്സിലാക്കിക്കൊള്ളണം, സ്നേഹമില്ല എങ്കിൽ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും, എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. 1-ാമത്തെ വാക്യത്തിൽ, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും, മനുഷ്യരുടെ ഭാഷ സംസാരിച്ചാലും, സ്വർഗത്തിലെ ദൂതന്മാരുടെ ഭാഷകൾ സംസാരിപ്പാനുള്ള കഴിവുണ്ടായ എങ്കിലും സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. ശബ്ദം മാത്രമേ ഉള്ളൂ, മുഴക്കം മാത്രമേ ഉള്ളൂ, ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല. മുഴക്കമല്ല ദൈവം ആഗ്രഹിക്കുന്നത്, ശബ്ദമല്ല ദൈവം ആഗ്രഹിക്കുന്നത്, സ്നേഹമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അവനെ ഉപദ്രവിച്ചതായിട്ടുള്ള ജനത്തെക്കുറിച്ച് പ്രകാരം വായിക്കുന്നു, ഇവർ ചെയ്യുന്നതിനെന്നറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ക്ഷമിക്കുന്ന ദൈവത്തെ, സ്നേഹിക്കുന്ന ദൈവത്തെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ദൈവം നമ്മെ വിളിച്ചത് സ്നേഹിക്കേണ്ടതിനാണ്, ശത്രുവിനെ ഉപദ്രവിക്കേണ്ടതിനല്ല. ശത്രുക്കളെ സ്നേഹിക്കുവാൻ പഠിപ്പിച്ചവനാണ് ഈ വലിയവനായ ദൈവം. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം. ഹല്ലേലൂയ. നീ പേടിക്കേണ്ട. ഈ വർഷം ദൈവം നമ്മോട് സംസാരിക്കുന്നത്, ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട, നിന്നോട് കൂടെ ഞാനുണ്ട് എന്നുള്ളതാണ്. നിന്നെ ചേർക്കുവാൻ ഞാനുണ്ട്. ഈ യാത്രയിൽ വീണുപോകാതെ വണ്ണം നിന്നെ കരം പിടിക്കുവാൻ ഞാനുണ്ട്. കാറ്റും തിരമാലകളും ഈ വർഷത്തിൽ അനവധി പ്രാവശ്യം ഉണ്ടായി എന്ന് വന്നേക്കാം. എന്നാൽ പടകിൻ്റെ അടുക്കിലേക്ക് നടന്നു വരുവാൻ, നമ്മുടെ പടകിൽ കയറുവാൻ യോഗ്യനായ സ്നേഹവാനായ ദൈവമുണ്ട്. അവനെ പടകിലേക്ക്
ക്ഷണിച്ചാൽ കയറുവാൻ ഒരവസരം നീ കൊടുത്താൽ മാത്രം മതി. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം പാടിയതുപോലെ നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാം, വല്ലഭൻ്റെ നല്ല പാത പിന്തുടർന്നിടാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. തിരിഞ്ഞു വരുവാൻ ദൈവവചനം പഠിപ്പിക്കുന്നത് കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല. ലോത്തിൻ്റെ ഭാര്യ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി ഉപ്പ് തൂണായി ഭവിച്ചു. ഹല്ലേലൂയ. എന്നാൽ പടകിൽ ദൈവം കൂടെയുണ്ടെങ്കിൽ അക്കരെ നാട് എത്തും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിനുവേണ്ടിയാണ് ദൈവം ഈ ആലയം നൽകിയത്. അതുകൊണ്ടാണ് ദൈവം അനേകം വാഗ്ദത്തങ്ങൾ ഈ ആലയത്തിൽ നൽകിയത്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. ദൈവം തൻ്റെ വിളിയെയും തെരഞ്ഞെടുപ്പിനെയും കുറിച്ച് ഒരിക്കലും അനുതപിക്കുന്നവനല്ല. വീണുപോയാലും വീണ്ടും എഴുന്നേൽപ്പിക്കുന്നവനാണ്, നമ്മെ കരം പിടിക്കുന്നവനാണ്, വഴി നടത്തുന്നവനാണ്. ആരുടെയും വാക്കുകൾ കേട്ട് ഭ്രമിച്ച് സംശയിച്ച് പോകാതെ വണ്ണം, ഭീരുക്കളാകുവാൻ ഇടയില്ലാതെ വണ്ണം നമ്മോടുകൂടെ ജയിച്ചവനായ ദൈവമുണ്ട് എന്നുള്ള അപൂർണ വിശ്വാസത്തോടുകൂടി അക്കരെ നാട് എത്തുന്നതുവരെയും മുന്നോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.